കൊല്ലത്ത് നിന്നുള്ള ഒരു അപകട യാത്രാ ദൃശ്യങ്ങളിലേക്കും വാർത്തയുടെ വിശദാംശങ്ങളിലേക്കുമാണ് നമ്മൾ എത്തുന്നത്. അത് വെറും അപകടം എന്ന് പറയാൻ എഴുതി തള്ളാൻ കഴിയുകയുമില്ല. അത് സ്കൂൾ ബസ്സാണ് ഇങ്ങനെ ഒരു അപകട യാത്ര നടത്തിയിരിക്കുന്നത്. ഊരിത്തെറിക്കാറായ ടയറുമായാണ് ഈ ബസ് പോയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മുൻ ടയർ, ഈ സ്കൂൾ ബസിൻ്റെ മുൻ ടയർ 500 മീറ്ററോളം ഉരഞ്ഞാണ് റോഡിലൂടെ നീങ്ങിയത്. കൊല്ലം കൊട്ടാരക്കര കലയപുരത്തായിരുന്നു ഈ സംഭവം. 13 കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സാഹസവും അപകട യാത്രയും. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏനാത്ത് പ്രവർത്തിക്കുന്ന മൗണ്ട് കാർമൽ സ്കൂളിലെ ബസ്സാണ് ഇങ്ങനെ അപകടകരമായ രീതിയിൽ ഓടിച്ചത്. പ്രോപ്പറായിട്ട് ചെക്കിങ് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ തന്നെ നല്ല രീതിയിൽ ചെക്കിങ് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഉചിതമായിരിക്കും. കാരണം കുഞ്ഞുങ്ങളാണ്, എന്തായാലും ഒന്നും സംഭവിച്ചില്ല. എന്തായാലും ഡ്രൈവറുടെ ഒരു സമയോചിതമായ ഒരു ഇതുകൊണ്ട് സൈഡിൽ ഒതുക്കി കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഗവൺമെന്റ് തലത്തിലായാലും നമ്മുടെ MDA കാര്യത്തിലായാലും എല്ലാവരും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വണ്ടി ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉറപ്പാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മനോജ്, ദൈവത്തിന് നന്ദി. എന്തായാലും ആ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. 13 കുരുന്നുകൾ, സ്കൂൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു അപകടകരമായ യാത്ര നടത്തുമ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു സംവിധാനവും ഇല്ലേ ഈ ബസ്സുകളുടെ സുരക്ഷയൊന്നും ഉറപ്പാക്കാൻ സ്കൂളിന്? കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിലമേൽ വെച്ച് വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു സ്കൂൾ ബസ് വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. പിന്നീട് പരിശോധനയിലാണ് സ്കൂൾ ബസിന്റെ അവസ്ഥ മോശമാണെന്ന് മനസ്സിലാകുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ കലയപുരത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. 13 കുട്ടികൾ ഉണ്ടായിരിക്കെ സ്കൂൾ ബസിന്റെ ഈ ടയർ ഉരഞ്ഞ് നീങ്ങുന്ന, അതായത് തെറിക്കാറായിട്ടുള്ള ഒരു ടയറുമായാണ് ഈ ബസ് ഓടിയെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ മോശം അവസ്ഥയിലുള്ള സ്കൂൾ ബസ്സുകൾ ഒരുപാടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി വരികയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മോട്ടോർ വാഹന വകുപ്പ് ബസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സേഫ്റ്റി വോളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ഈ ദുരന്തം ഒഴിവായത്. കുട്ടികൾ ഈ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ്സിലും സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഓടിക്കൊണ്ടിരുന്ന ഈ ബസ്സിലും സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രത്യേകമായും സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ്സുകൾ കൃത്യമായും ഉറപ്പാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ അതിൽ നടപടിയെടുത്തിട്ടുള്ളത് ആ ബസ്സിന്റെ ഫിറ്റ്നസ് തന്നെ റദ്ദാക്കുന്ന, അതോടൊപ്പം തന്നെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്ന രീതിയിലേക്ക് കടന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് കർശനമായിട്ടുള്ള പരിശോധന നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവന സുരക്ഷിതത്വം നൽകേണ്ടത് ആ സ്കൂൾ അധികൃതരുടെ ചുമതലയാണ്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ അടക്കം ചുമതലയാണ്. പക്ഷേ എന്തോ തരത്തിലുള്ള അശ്രദ്ധ ഈ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. സ്കൂൾ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കേണ്ടതാണ്. പക്ഷേ അതിന് പിന്നാലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. കുട്ടികൾ ഈ വലിയൊരു പേടിയിൽ തന്നെയായിരുന്നു. കാരണം അവർ ആ വാഹനത്തിനുള്ളിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ടയർ ഊരി മാറുന്നതും പിന്നീട് ഉരഞ്ഞു നീങ്ങുന്നതും. അപ്പോൾ അവർക്ക് വലിയ തരത്തിലുള്ള ഭീതി ഉണ്ടായി. അത്തരത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത രീതിയിലാണ് പല സ്കൂളുകളും പ്രവർത്തിക്കുന്നത്. ഇത് ഏനാത്ത് പ്രവർത്തിക്കുന്ന മൗണ്ട് കാർമൽ സ്കൂളിലെ ബസ്സാണ്. ഈ ബസ്സിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. നാട്ടുകാരടക്കം പ്രതികരിച്ചിരുന്നു. കാരണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. എങ്ങനെയാണ് വിശ്വസിച്ച് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് മറ്റ് പരിശോധന കൂടെ, അതായത് ഈ സ്കൂളിൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്കൂളുകളിലടക്കം ഈ സ്കൂൾ ബസ്സുകൾ കൃത്യമായി പരിശോധിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്.